ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ഇന്ത്യയുടെ സുവർണ നേട്ടം ഏതാണ്? ഉത്തരം: ആദ്യ പര്യവേഷണത്തിൽ തന്നെ പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ചന്ദ്രനിൽ വെച്ച് ഗലീലിയോവിന്റെ തൂവലും ചുറ്റുകയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം: അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം: യൂജിൻ സെർനാൻ. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഉത്തരം: കാർബൺ ഡൈ ഓക്സൈഡ്. ചന്ദ്രയാൻ 1 ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം: ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ്? ഉത്തരം: ജോർജ് ഗാമോവ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഏത് വിഖ്യാത ശാസ്ത്രജ്ഞന്റെ രചനയാണ്? ഉത്തരം: സ്റ്റീഫൻ ഹോക്കിംഗ്. 1997 ചൊവ്വയിലിറങ്ങിയ പാത്ത് ഫൈൻഡർ വാഹനത്തിൽ നിന്നും വേർപെട്ട റോബോട്ടിന്റെ പേര് എന്താണ്? ഉത്തരം: സോജേണർ. 1997 ജൂലൈ 4 ചൊവ്വയിലിറങ്ങിയ US വാഹനം ഏതാണ്? ഉത്തരം: പാത്ത് ഫൈൻഡർ. പേട്രിയറ്റ് ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത മിസൈലാണ്? ഉത്തരം: അമേരിക്ക. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാഗ് ഏത് തരം മിസൈലാണ്? ഉത്തരം: ടാങ്ക് വേദ മിസൈൽ. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം: നീൽ ആംസ്ട്രോങ്. അഗ്നി മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം: ഇന്ത്യ. ICBM എന്നാൽ എന്താണ്? ഉത്തരം: ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അനശ്വര പ്രകാശത്തിന്റെ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ചന്ദ്രന്റെ വടക്കൻ ധ്രുവ പ്രദേശത്ത്. ഒരേ മാസത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം: ബ്ലൂ മൂൺ. ചന്ദ്രന്റെ പ്രായം? ഉത്തരം: 450 കോടി വർഷം. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം: എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രയാൻ 1 സഹകരിക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം: അമേരിക്കയും യൂറോപ്പും. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാം. ഇതിനുള്ള കാരണം എന്താണ്? ഉത്തരം: ചന്ദ്രനിലെ രാത്രി ഭൂമിയിലേതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൂരിഭാഗം വേലിയേറ്റവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലം. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം: മാഗ്മ സമുദ്രം. ചന്ദ്രനിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന വെള്ളത്തിന്റെ അളവ്? ഉത്തരം: 1 ഘന കിലോമീറ്ററോളം. ചന്ദ്രനിലെ പൊടിയിലെ പ്രധാന ഘടകം? ഉത്തരം: സിലിക്കൺ ഡയോക്സൈഡ്, കാൽസ്യം, മഗ്നീഷ്യം. ചന്ദ്രനിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം: സൗത്ത് പോൾ 8 കൺ ബേസിൻ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം: ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. ആദ്യമായി നക്ഷത്ര ദൂരം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം: ഫ്രെഡറിക് ബെസൻ.
സൗരയൂഥ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കോപ്പർനിക്കസ്. റഡാർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ടെയ്ലർ ഫയങ്. ശബ്ദശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം മെറിൻ മാഴ്സൺ. ഈ ഭൂമിയെ പോലെ എണ്ണമറ്റ ലോകങ്ങൾ ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓരോ ലോകത്തിനും സ്വന്തമായ സൂര്യനുണ്ട്. ഈ പ്രസ്താവനയുമായി കടന്നു വന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം ബ്രൂണോ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം സർ ഐസക് ന്യൂട്ടൺ. ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം വലിയൊരു നക്ഷത്ര സഞ്ചയമാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം വില്യം ഹെർഷൽ. ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺബീൻ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ദ ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. അന്യ ഗാലക്സിയിലേക്ക് വേം ഹോളിലൂടെ എങ്ങനെ കുറുക്കു വഴി കണ്ടെത്താമെന്ന് കാട്ടിത്തന്ന ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സിനിമ ഏതാണ്? ഉത്തരം ഇന്റർസ്റ്റെല്ലാർ. റിഫ്ലക്ടറി ടെലസ്കോപ്പ് പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഐസക് ന്യൂട്ടൺ. റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? ഉത്തരം കേൾ ജാൻസാക്കി. ഭൂമിയുടെ ഭാരം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം കാവൻഡിഷ്. ബഹിരാകാശ യാത്ര നടത്തിയ അമേരിക്കൻ പൗരത്വമുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. റോക്കറ്റ് വിക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജൻ, നൈട്രജൻ ടെട്രോക്സൈഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം. ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം? ഉത്തരം സ്പുട്നിക് 2. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഉത്തരം ഹൈഡ്രോസിൻ. ഒളിമ്പസ് മോൺ ഏത് ഗ്രഹത്തിലെ അഗ്നിപർവ്വതമാണ്? ഉത്തരം ചൊവ്വ. ഓസോൺ പാളിയുടെ നിറം? ഉത്തരം നീല. കാസിനി എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെ പറ്റി പഠിക്കാനാണ് വിക്ഷേപിച്ചിട്ടുള്ളത്? ഉത്തരം ശനി. മറ്റു ഗ്രഹങ്ങളുടെ ദിശയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഒരു ഗ്രഹം എന്ന സ്ഥാനം 2006 നഷ്ടപ്പെട്ട പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്ലെഡ് ടോംബോ. അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് എന്ന സങ്കല്പത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ആരാണ് അതിന്റെ സംവിധായകൻ? ഉത്തരം ദി എക്സ്ട്രാ ടെറസ്ട്രിയൽ. സ്പിൽബർഗാണ് ഇതിന്റെ സംവിധായകൻ. സൂര്യരശ്മി ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8.317 മിനിറ്റ്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ക്ലാസിനിയുടെ നിയമങ്ങൾ. റോബോട്ടുകളെ കൂടി ഉൾപ്പെടുത്തി 2015 നടപ്പിലാക്കിയ ISRO ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രനിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്തിന് ISRO നിർദ്ദേശിച്ച പേര്? ഉത്തരം ചാന്ദ്രവിഹാർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ.
പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന കണികകൾ? ഉത്തരം ടാക്യോണുകൾ. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഓരോ വസ്തുവിന്റെയും സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന സംവിധാനത്തിന്റെ പേര്? ഉത്തരം GPS. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ജനിച്ചത് എവിടെയാണ്? അവരുടെ പിതാവ് ആരാണ്? ഉത്തരം അമേരിക്കക്കാരിയായ ഹോയോ. ഗുജറാത്തി ഡോക്ടറായ ദീപക് പാണ്ഡ്യ.